അറിയാനോ നിനക്കെങ്ങനെയാ പരിചയം? സിനിമ മാസിയിലെ അഡ്രസ് കണ്ട് ഞാനൊരു കത്തയച്ചു. ഈ ഫോൺ നമ്പറാ കൊടുത്തത്. പോണ വലിയ മുതൽ എടുക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. ഹലോ, ഭാഗ്യരേ സാറല്ലേ? ഓടിക്കാൻ ആളെ കിട്ടിയെന്നോ? ഡ്രൈവർ ഭാഗ്യരാജനോ? മുമ്പ് നിന്ന വീട്ടിലെ ഡ്രൈവറാ? ആള് മാറിപ്പോയോ? മോശം, നിരാശപ്പെടുത്തി കളഞ്ഞു. അയ്യോ, എന്ത് പറ്റി ഭാഗ്യരാജന്? 2 പരിപ്പോട പറ്റി. ചൗണിച്ചേട്ടൻ താമസിച്ചേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഷൂട്ട്. സിനിമ ഷൂട്ടിങ്ങോ? ആ സിനിമ ഷൂട്ടിങ്. അയ്യോ എന്ത് രസം. രതീഷ് സ്മിതയും കൂടെ നടു റോഡിൽ കിടന്നൊരു ബലാത്സംഗം. എന്തൊരു രസം. രതീഷ് കലക്കി കാണും. എന്തോന്ന് കലക്കി? ചൗണിച്ചേട്ടൻ നമുക്ക് പോയി കാണാം. എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടുമല്ലേ അടുക്കള ജോലിയുണ്ട്. അവന്റെ ഒരു ഷൂട്ടിങ്. ചേട്ടാ നമുക്ക് പോകാം. നീ സമാധാനപ്പെട്ട് തങ്കമ്മേ. നീ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് നില്ല. ആ സീൻ രതീഷിനേക്കാൾ സുന്ദരമായി നമുക്ക് ഇവിടെ കലക്കാം. മതിയെന്നേ, വല്ലവരും കാണും. വല്ലവരും അല്ല, എല്ലാവരും കാണട്ടെ. ഇത് മണിയറിയല്ല, കടപ്പുറം. എന്റെ ഭാര്യയെ ഞാൻ എവിടെ വെച്ചു എന്തും ചെയ്യും. ഭാര്യയോ? ആ, കൂടെ കഴിയുന്നവളെ പിന്നെന്താ വിളിക്കേണ്ടത്? കൂടെ കഴിയുന്നുള്ളോ? പിന്നെ അല്പ പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണം. ഞാനിപ്പോ ആരാന്നാ നിന്റെ വിചാരം? കപ്പലിലെ ചീഫ് ക്യാപ്റ്റൻ. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ജോൺസൺ കേൾക്കരുത്. ഇപ്രാവശ്യം കപ്പൽ ആര് കൊണ്ടുവന്ന് നീ നോക്കും. ഒരു ക്യാപ്റ്റന്റെ അന്തസ്സിനനുസരിച്ച് വേറൊരു നല്ല പെണ്ണിനെ കിട്ടില്ലേ? അത് കിട്ടും. പക്ഷേ ഈ ക്യാപ്റ്റന് ഈ പെണ്ണു. നീ വിചാരിക്കുന്ന പോലല്ല സിനിമ. പിന്നെ അത് വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു സാധനമാണ്. ഓ പന്ന പട്ടര് വരും, തിരിഞ്ഞു നോക്കണ്ട, നടന്നോ. யாரு தங்கம்மாவா? 2 பேரும் சேர்ந்து எங்க போறே? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക. സിനിമയില് ചേർന്നാച്ചാ? എന്താ അവക്ക് ചേർന്നൂടെ? ചേർന്നാമേ, ധാരാളമോ ചേർലാം. സിനിമ ഒരു നല്ല ഫീൽഡാണോ ശങ്കുണ്ണി? സിനിമ ഒരു കടൽ മാത്രമാണ്. അതിൽ വീഴുന്ന നദികളാണ് നടികൾ. പിന്നെ ഏത് ഫീൽഡാ സ്വാമി നല്ലത്? മറ്റു ഫീൽഡിൽ നടക്കുന്ന എന്റെ 100% വൃത്തികേട് സിനിമയെ നടക്കുന്നില്ല സ്വാമി. ശരിയാണല്ലോ. പറഞ്ഞു വന്നപ്പം നമുക്കും സിനിമയിൽ ചേർന്നാൽ എന്താ എന്നൊരു പൂതി. സ്വാമിയുടെ പന്നിവാലു മാതിരിയുള്ള തല സിനിമയിൽ നന്നായിരിക്കും. ഒരു ക്ലോസപ്പ് കിട്ടിയാ മതി, സ്വാമി രക്ഷപ്പെട്ടു. അതെന്താ ശങ്കുണ്ണി ക്ലോസപ്പം? അത് സ്വാമി, ഈ ഡയറക്ടർമാര് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അപ്പമാണ് ക്ലോസപ്പം. അതിൽ 5 നേരത്തെ വാങ്ങി വെച്ചാലോ? അയ്യോ പൂത്തു പോകും സ്വാമി. ശരിയാ. അപ്പൊ നമ്മുടെ കാര്യം പ്രത്യേക ശ്രദ്ധയിൽ വേണം. അവനെയും വേണ്ട, സ്വാങ് മതി. ആ ഞാനേറ്റു ഏറ്റല്ലോ. ഞാൻ വരട്ടോ? ഞാൻ തടി പോലും ഇവിടെ നിൽക്കുമ്പോഴാ. കല്യാണം കഴിയാതെ ഇങ്ങോട്ട് വരാൻ സൈമണ് വലിയ നാണം. നാണിക്കാൻ എന്തിരിക്കുന്നു? ഇത് അവന്റെ വീടല്ലേ. ഡാഡിയെ കണ്ടില്ലല്ലോ. ഇന്ന് ഡാഡിക്ക് ഓഫ് ഡേ ആണ്. ഡാഡിയുടെ ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫ്. അപ്പൊ കുടിയിപ്പോഴും പഴയതുപോലെ പുരോഗതി തന്നെ അല്ലേ? കുടിച്ചു കഴിഞ്ഞാ പഴയ ഫ്രഞ്ച് പ്രതാപം ഒക്കെ പുറത്തു വരും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം പഴയ കടങ്ങളൊക്കെ വീട്ടാനെന്ന് കൂടെ കൂടെ പറയും. ഞാൻ ഇത്തവണ പോയിട്ട് വരട്ടെ. സകല കടങ്ങളും തീർത്തുകളെ. ഞങ്ങൾക്ക് നിന്നെ കർത്താവ് തന്ന നിധിയാ മോനെ. ഓ അധികം കിടത്താതമ്മച്ചി. കുറെ കൂടി വലിയ ബന്ധം വരുമ്പോ കാലുമാറായിരുന്നാ മതി. ബലേ അങ്ങനെ പറഞ്ഞുവിട്. ഏതായാലും നമുക്കിനി ഇത് വെച്ച് നേടിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കപ്പൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ കല്യാണം നടത്താൻ നോക്കാം. അതിനെന്താ, അടുത്ത ആഴ്ച തന്നെ മനസ്സമോ നടത്തിക്കളയണം. ആഹാ, ഡാഡി ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഇന്ന് കംപ്ലീറ്റ് ഓഫ് തന്നെ. Above the bed so high, like a diamond in the sky. Who is that? സൈമൺ. Oh, Simon. Simon, how are you? Hello, Simon, how do you do? കൊള്ളാം, നല്ലത്. Say in English. I am an old French man belonging with a high respectable family. Do you know me? സൈമൺ പോ. Simon boy. Hello, Simon. Tata. Bye, sweet dreams. ഇവിടെ കിടന്നുറങ്ങാതെ അകത്തുനിന്ന് കിടക്കണം.
Thank you very much for your kindness, man. ഞാൻ ഇറങ്ങട്ടെ. Ara. സൈമൺ. Oh, Simon, use it. I am Francis Pereira from the old country of distance, and I am the man. അപ്പൊ ഞാൻ വരട്ടെ. ബൈ. My dear Teresa, I want 2 cups. എനിക്ക് 2 കപ്പ് വേണം. Simon, you sit here. I say you sit here. I want drink with you. ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണം. I want 2 packs. 2 packs only. What is the life? Life is nothing. It is only the truth. ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളിൽ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ക്യാപ്റ്റനെ കൊന്നിട്ട് സൈമൺ തന്നെ ആ സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കും. ക്യാപ്റ്റൻ മരിച്ചതിന് ശേഷം സൈമൺ കപ്പലിന്റെ പുറത്തു പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ തന്നെ സ്വർണം ഒളിപ്പിച്ചു വെച്ച് ആ വിവരം സൈമനെ അറിയിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരാനാണ് സാധ്യത. വല്ല വിവരം കിട്ടിയോ? നമ്മുടെ സൈമനെ ആരോ തല്ലിക്കൊന്ന് കടലിൽ കെട്ടി താത്തു. ഞാൻ മനസ്സിലായി അറിഞ്ഞ വിവരമാണിത്. ആന്റെ പിന്നില്ലേ ഇവിടെ? ചന്തയെ പോയി. തങ്ങളെ ഇങ്ങോട്ടൊരു കാര്യം പറയട്ടെ. വേണ്ട, അവിടെ ഇരുന്നങ്ങ് പറഞ്ഞാ മതി. ഇതതിനല്ല, സിനിമാ കാര്യവാ. വേണ്ടാന്നേ, ഇന്നാളത്തെ പോലെ എന്നെ പറഞ്ഞു പറ്റിക്കാനല്ലേ? ഇന്നാണ് തങ്കമ്മേ, ഇതതിനല്ല. അയ്യോ ഇപ്പൊ വേണ്ട, ഇത് ഞാൻ പോയിട്ട് നനയ്ക്കാം. എന്റെ ഫോട്ടോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇത് നിന്റെ അമ്മയുടേതോ അമ്മൂമ്മയുടേതോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ കർത്താവേ, ഇതെങ്ങാ പണിയാ? നേരം വെളുത്തപ്പോ തുടങ്ങിയല്ല. ഒന്നും തുടങ്ങിയില്ല, തുടങ്ങാൻ പോയതേ ഉള്ളൂ. പടവലെങ്കിൽ ഇങ്ങോട്ട് വന്നില്ലേ? ചങ്കുഞ്ഞെ, നിനക്ക് കാറിലല്ലേ വേല? അതെ അതെ. നിനക്ക് കാറിൽ ഇരുന്നാലെന്താ? കാറിൽ എപ്പോഴും ഇരുന്ന അരിസസ് പിടിക്കും. എടി തങ്കമ്മേ, നീ അത് അവിടെ ഇട്ടേക്ക് ഇങ്ങോട്ട് വന്നേ. കുറച്ച് ഇറച്ചി കൊടുക്കാനുണ്ട്. എന്റെ ഫോട്ടോ ഇത് എന്റെ ഇരിക്കട്ടെ, പ്രയോജനപ്പെടും. കൊച്ചു കളി ഓപ്പിന്റെ നാറ്റം. I lucky, you lucky, mommy lucky, house lucky. നിങ്ങൾ എന്തിനാ എന്റെ ഡാഡി ഇങ്ങനെ കുടിപ്പിച്ചു കൊല്ലുന്നത്? You don't worry, Ivan. You don't insult my friends. എന്റെ കൂട്ടുകാരെ ആക്ഷേപിക്കരുത്. ഞാൻ ഫ്രണ്ടോ? Oh, sorry. You are my father-in-law, my boy. ഇപ്പൊ അമ്മായിപ്പനായോ? Thank you. Meet me tomorrow. Good night. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. കേൾക്കണമെന്നില്ല. സൂസനെ അലോഷ്യസ് മുതലാളി കെട്ടാമെന്ന് സമ്മതിച്ചു. Lucky. ഓ, അതിനായിരുന്നു ഈ കൂട്ടുകൂടി. സൈമൺ പോയി ശവം പോലും കിട്ടിയില്ല. പിന്നെ എന്തിനാ ഈ കാത്തിരിപ്പ്? സൈമൺ പോയെങ്കിലേ ഞാൻ മടത്ത് ചേർന്ന് സന്നിധിച്ചോളാം. നമ്മൾ അങ്ങ് പോയാട്ടെ. നടക്കുന്നു. സ്വർണ്ണക്കെട്ടികൾ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? പറയടാ, പറയാ, എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. പറയാ, എവിടാ?
ഹായ് ജൂലി, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വന്നത്. എന്റെ സഹോദരനെ കൊന്ന വിവരമായിരിക്കും. അതൊരു ദുഃഖസത്യം. അതങ്ങനെ സന്തോഷ വാർത്തയാകും? എന്റെ സഹോദരന്റെ മരണം കൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എന്നെ കപ്പലിലെ ക്യാപ്റ്റനാക്കി. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ആ നേട്ടത്തിൽ പങ്കുചേരാൻ ജൂലിയെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ. ഞാൻ ജൂലിയെ സ്നേഹിക്കുന്നു. ഒരു കാമുകൻ വന്നിരിക്കുന്നു. ജൂലി, കളിക്കണ്ട. എന്റെ സഹോദരനെ കൊന്ന ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് കയറി വന്നിരിക്കുന്നു. ജൂലി, നടന്നു. നിന്റെ എല്ലാമായിരുന്ന സഹോദരനും പോയി. ഇനി നീ ഒറ്റയ്ക്കിങ്ങനെ എത്ര കാലം കഴിയും? അനുകമ്പയ്ക്ക് നന്ദി. എന്നെ വിശ്വസിക്കൂ, സൈമന്റെ മരണത്തിൽ എനിക്ക് പങ്കില്ല. പങ്കില്ല അല്ലേ? ജൂലി, ഞാൻ തൽക്കാലം പോകുന്നു. നിനക്ക് 2 ആഴ്ച സമയം തരുന്നു. ഞാൻ വീണ്ടും വരും. അന്ന് കാണാൻ പോകുന്നത് എന്റെ പ്രേമമായിരിക്കും. വാശി പിടിച്ച് ജീവിതം കളയല്ലേ. മോളെ, യു പ്ലീസ് ലിസൺ മീ. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്റെ സൈമണെ കൊന്ന അലോഷ്യസ് മുതലാളിയെ കെട്ടണമെന്നല്ലേ ഡാഡി പറഞ്ഞു വരുന്നത്? അയാൾ അത്തരക്കാരനല്ല മോളെ. അയാൾ ഇന്ന് കോടീശ്വരനാണ്. അയാളെക്കാൾ വലിയ കോടീശ്വരന്മാർ വേറെയും കാണും. അയാൾ നല്ല